എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ഞായറാഴ്ച നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയാൻ പോകുന്ന ഒരു സുപ്രധാന ദിവസമാണ്. അതെ, 2026 ആദ്യത്തെ രാജയോഗ ദിനം എന്ന് വിശേഷിപ്പിക്കാവുന്ന രഥസപ്തമി. വെറും ഒരു ദിവസമല്ല ഇത്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി ഐശ്വര്യം വരാൻ ഈ ഞായറാഴ്ച നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. പ്രകൃതിയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായ സൂര്യൻ നമുക്ക് നൽകുന്ന വെളിച്ചത്തെയും ഊഷ്മളതയും കുറിച്ച് ചിന്തിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. സൂര്യനെ ഒരു ദേവനായി സങ്കല്പിച്ച് ആരാധിക്കുന്ന ഒരുപാട് ആചാരങ്ങൾ നമുക്കുണ്ട്. രഥസപ്തമി എന്ന വാക്കിന് സൂര്യന്റെ രഥവുമായി ബന്ധമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൂര്യദേവൻ സപ്തവർണ്ണങ്ങളാൽ അലങ്കൃതമായ രഥത്തിൽ ലോകത്തിന് പ്രകാശം നൽകി സഞ്ചരിക്കുന്ന ദിവസം എന്നാണ് സങ്കല്പം. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് സൂര്യദേവൻ ജനിച്ച ദിവസമായാണ് രഥസപ്തമി അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സൂര്യജയന്തി, മാഘസപ്തമി എന്നും അറിയപ്പെടുന്നു. മാഘമാസത്തിലെ ശുക്ലപക്ഷ സപ്തമി തിഥിയിലാണ് രഥസപ്തമി വരുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് ലോകം മുഴുവൻ അന്ധകാരത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ സൂര്യദേവൻ ആദ്യമായി പ്രകാശം ചൊരിഞ്ഞ ദിവസമാണിത്. അതുകൊണ്ടാണ് ഈ ദിവസം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്. സൂര്യൻ തെക്ക് നിന്ന് വടക്കോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് ഒരു സൂചന കൂടിയായി ഈ ദിവസം കണക്കാക്കപ്പെടുന്നു. അതായത് ഉത്തരായന കാലം. ഉത്തരായന കാലം ശുഭകരമായ കാര്യങ്ങൾക്ക് ഉത്തമമാണെന്നാണ് വിശ്വാസം. സപ്തമി തിഥി ആരംഭിക്കുന്നത് 2026 ജനുവരി 25 പുലർച്ചെ 12:39 അതുപോലെ തന്നെ അവസാനിക്കുന്നത് അന്നേ ദിവസം ജനുവരി 25 രാത്രി 11:10 സൂര്യൻ ജാതകത്തിൽ ശക്തനായാൽ ലഭിക്കുന്നതാണ് രാജയോഗം, അധികാരം, പദവി, ആരോഗ്യം, സാമ്പത്തിക നേട്ടം എന്നിവയെല്ലാം. 2026 ജനുവരി 25 ഞായറാഴ്ച രഥസപ്തമി വരുന്നത് ഇരട്ടി ഫലമായിട്ടാണ്. സൂര്യദേവന് വളരെ പ്രധാനമായ ദിവസം ഞായറാഴ്ചയാണല്ലോ. അതേ ദിവസം തന്നെ ജന്മദിനം വരുന്നത് അപൂർവമായ ഒരു ഭാഗ്യമാണ്. ഈ ദിവസം ചില ആചാരങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജാതകത്തിലെ സൂര്യദോഷങ്ങൾ മാറുകയും രാജയോഗത്തിന് തുല്യമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ഭാഗ്യം വരാൻ ഈ 3 കാര്യങ്ങൾ ചെയ്തോളൂ. അരുണോദയ സ്നാനം. നാളെ പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കണം. കുളിക്കുന്ന വെള്ളത്തിൽ അല്പം മഞ്ഞൾ ഇടുന്നത് നല്ലതാണ്. സാധ്യമെങ്കിൽ 7 എരിക്കിൻ്റെ ഇലകൾ തലയിലും തോളിലും വെച്ച് കുളിക്കുന്നത് ഐശ്വര്യദായകമാണ്. ഇത് കഴിഞ്ഞ ജന്മങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ് വിശ്വാസം. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് സൂര്യ അർഘ്യമാണ്. ജലതർപ്പണം. ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ ചുവന്ന പൂക്കളും അല്പം ചന്ദനവും ചേർത്ത് സൂര്യന് അഭിമുഖമായി നിന്ന് വെള്ളം ഒഴിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ദീപം തെളിയിക്കുന്നതാണ്. വീടിൻ്റെ ഉമ്മറത്ത് സൂര്യോദയ സമയത്ത് നെയ്വിളക്ക് തെളിയിക്കുന്നത് മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ്. അന്നേ ദിവസം ലളിതമായ മന്ത്രങ്ങൾ 108 തവണ ചൊല്ലാൻ ശ്രമിക്കുക. ഓം ഗൃണി സൂര്യായ നമഃ. ഇത് സൂര്യദേവൻ്റെ മന്ത്രമാണ്. ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യാവുന്നതാണ്. സൂര്യപ്രീതിക്കായി ഈ ഞായറാഴ്ച ചുവന്ന നിറത്തിലുള്ള വസ്ത്രമോ ഗോതമ്പോ ശർക്കരയോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം കൊണ്ടുവരും. വിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ നാളെ ചെയ്യുക. സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചവും സമ്പത്തും നിറയ്ക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.